കുറച്ച് നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ ആയി നെത്തോലി മീൻ ഇവിടെ കിട്ടിയിട്ട്, കുറേ നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരം സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 3-4 ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ എടുക്കണേ, ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള എടുത്തോ. പിന്നെ കറിവേപ്പില, കുറച്ച് പുളി എടുത്തേ, ഒരു 2 സ്പൂൺ ഇടാം. പിന്നീട് അരച്ചിട്ട് കുറവാണെങ്കിലേ പിന്നെ ഇടാം. മഞ്ഞൾപ്പൊടിയേ. ഈ പുളി ചിലപ്പോൾ ഇതിൻ്റെ ഇടയിലേ കുരു കാണും, എനിക്ക് മിക്സി അടിച്ച് പോവും. അതുകൊണ്ട് ഇതിനകത്ത് കുരു ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഈ നെത്തോലി മീനിന് ഇവിടെ നമ്മുടെ കോട്ടയത്ത് കൊഴുവ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിൽ വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ തക്കാളി, മുരിങ്ങക്കായ, പച്ചമുളക് ഇതൊക്കെ ഇടും കേട്ടോ. ഇനി നമുക്കിതിനെ അടുപ്പിലാക്കാം. എല്ലാം അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിട്ടില്ല, കൂടെ ഇട്ടിട്ട് അടുപ്പിലാക്കാം. മീനൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ടേ നമുക്കൊരു ഇലയപ്പം കഴിക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. മീൻ തിളച്ചെന്ന് തോന്നണേ, ഞാൻ കഴിച്ചും തീർന്നു. നോക്കി നോക്കാം. പൊരിക്കാനുള്ളതും കൂടെ ഇടാവേ. കുറച്ച് ഉപ്പ് കൂടെ ഇടാം. മീൻകറി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടേ അടച്ചു വയ്ക്കാം. ഓക്കെ, വിശക്കുന്നു. ചോറ് കഴിക്കാം. ഇവിടെ നിന്ന് എല്ലാം കഴിക്കാനേ. അങ്ങോട്ട് പോയ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറച്ച് മീൻകറി, അതൊരു കഷ്ണം പൊരിച്ച മീൻ, കുറച്ച് കോവയ്ക്ക, മാങ്ങാച്ചാറ് കൂടെ ഇങ്ങനെ വച്ചിട്ട് എല്ലാവരും ഊണ് കഴിച്ചോ? അല്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ചോ? ഞാൻ കഴിച്ചിട്ട് വരാം.